എന്ത് കുറ്റകൃത്യമാണ് നടന്നത്, എന്നാണ് നടന്നത്, ആരാണ് അതിൽ പ്രതികൾ, ആരാണ് വിക്ടിം, ഏത് സമയത്താണ് ഇത് നടന്നത്, പോസ്കോ ആക്ട് വരുന്നതിന് മുമ്പാണോ അതിനു ശേഷമാണോ, ഇന്ന ഓഫൻസ് അന്വേഷിക്കേണ്ടതാണ്, ഇന്ന ഓഫൻസിൽ കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം ഒരു സർക്കാർ ചുമതലപ്പെടുത്തിയ ഒരു കമ്മിറ്റി റിപ്പോർട്ട് തന്നു. സർക്കാരിന്റെ കൈവശം കൈമാറിയിട്ട് അതിനകത്ത് ബലാത്സംഗം ഉൾപ്പെടെ സ്ത്രീകളെ അപമാനിക്കുക ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ പിന്നെ ആരെഴുതി തരണമെന്ന് അരുണായി പറയുന്നത്? ഇവിടെ ഒരു ആത്മയുടെ പ്രശ്നത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ജ്യോതികുമാർ. അല്ല എന്റെ പ്രശ്നം അതല്ല ശ്രീ അരുൺകുമാർ. ജസ്റ്റിസ് ഹേമ ഇത് രഹസ്യമാക്കി വെക്കണം, ഇതിന്റെ ആളുകളുടെ പേരിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനെന്താണ് സർക്കാരിന്റെ മുമ്പിൽ ഒരു കോഗ്നിസബിൾ ഒഫൻസ് വെളിപ്പെട്ടാൽ അതിൽ എന്ത് ആക്ട് ചെയ്യാൻ എന്ത് മടിയാണ്? അതിപ്പോ ജസ്റ്റിസ് ഹേമ പറഞ്ഞതുകൊണ്ട് അത് അവരെന്താണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ മറ്റോ ആണോ ഇത് റിപ്പോർട്ട് എഴുതിയ ജസ്റ്റിസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഒരു മന്ത്രിസഭയിൽ ഇരിക്കല്ലേ, അദ്ദേഹത്തിനെതിരെ പോലും ഈ റിപ്പോർട്ടില്ലേ? ഇന്ന് മുഖ്യമന്ത്രിയോട് നിരവധി തവണ ഈ മാതൃഭൂമിയുടെ റിപ്പോർട്ടർ ഉൾപ്പെടെ നിരവധി തവണ ചോദിച്ചു, ഒറ്റ അക്ഷരം വേണ്ടിയില്ല മുഖ്യമന്ത്രി. അന്ന് ഈ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം ഈ പറഞ്ഞ കക്ഷി മന്ത്രിയല്ലല്ലോ. അല്ല ഇപ്പൊ എന്നിട്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കിയല്ലോ. റിപ്പോർട്ടിൽ പേര് വന്നുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. കാരണം അദ്ദേഹം മന്ത്രിയാകുമ്പോ അദ്ദേഹത്തിന്റെ പേര് റിപ്പോർട്ടിലുണ്ടെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം അല്ലേ? എന്നിട്ട് മന്ത്രിയാക്കിയില്ലേ? എന്ത് നീതിയാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ നിരവധി തവണ ചോദിച്ചു ഒരു മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ കുറിച്ച്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മന്ത്രിസഭയിൽ താങ്കൾ പറഞ്ഞ കറക്റ്റാണ്, അന്ന് അദ്ദേഹം മന്ത്രിയല്ല. പക്ഷേ ഈ റിപ്പോർട്ടിൽ പേര് വന്ന ഒരാളിനെ മന്ത്രിസഭയിലേക്ക് എടുക്കുന്നതിലൂടെ നിങ്ങൾ മെസ്സേജാണ് നൽകുന്നത്. പെട്ടെന്ന് പറയും, നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോവാം. മിസ്റ്റർ അഭിലാഷ് അതെ, ഇദ്ദേഹം എല്ലാ തവണയും ഈ മന്ത്രിയുടെ പേര് കോട്ട് ചെയ്യുകയാണ്. എന്താണ് ഈ മന്ത്രിയോട് ഇദ്ദേഹത്തിനുള്ള വിരോധം എന്ന് നമുക്കറിയാം. ദയനീയമായി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതാണ് ഈ മന്ത്രി. മന്ത്രിയുടെ പേരുള്ളത് ഈ റിപ്പോർട്ടിൽ ഞാൻ ചോദിക്കുന്നത് ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ പേരുണ്ടോ? ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയെ കുറിച്ച് ഈ റിപ്പോർട്ടിൽ പേരുണ്ടോ? ആത്മയുടെ പ്രസിഡന്റ് ആരാണ്? ആത്മയുടെ പ്രസിഡന്റിനെ മന്ത്രിയാക്കിയത് ആരാണ്? ആത്മയുടെ ഒന്ന് വായിക്കേ. ആത്മയുടെ പ്രസിഡന്റ് താങ്കൾ പാരഗ്രാഫ് 200 ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു. ആ പാരഗ്രാഫിനൊക്കെ ലക്ഷ്യം വേറെയാ. പാരഗ്രാഫ് 270 സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു ആത്മയുടെ പ്രസിഡന്റ് ആരാണ്? ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാറിനെ നിങ്ങൾ ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മന്ത്രിസഭയിൽ എടുത്തിട്ട് അത് ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ തോറ്റുകൊണ്ടാണെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് സീറ്റ് കിട്ടാത്തതിന് ഞാനല്ലോ ഉത്തരവാദി. എഴുതിയ ആൾക്ക് ആ സീറ്റ് കിട്ടാതാക്കിയത് പാർട്ടിയല്ലേ? താങ്കളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയത് ഭാഗമായിട്ടല്ലേ? ഞാൻ മത്സരിച്ചും ജയിക്കും ആരോപണങ്ങൾ ഉന്നയിച്ച് ഓക്കെ, അത് വിടാം. നോക്കൂ, പരസ്പര ഈ 15 അംഗ ഗുണ്ടാ സംഘത്തിലെ ഒരു അംഗമാണ് ഗണേഷ് കുമാർ എന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത അവസരത്തിൽ പറയാനുള്ള അവസരം തരാം. ഓക്കെ ശരി, അത് വിടാം.